കവിത വായിക്കേണ്ടത് കണ്ണുകൊണ്ടാണോ അതോ മനസ്സുകൊണ്ടാണോ? കണ്ണുകൊണ്ട് വായിക്കുമ്പോൾ അത് വെറും വായനയും, മനസ്സുകൊണ്ട് വായിക്കുമ്പോൾ അത് അകം വായനയുമായി മാറുന്നു. അകം വായന ആത്മാവിൻ്റെ ഉള്ളറകളിലേക്ക് കാവ്യബിംബങ്ങളെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു പുനർവിന്യാസത്തിൻ്റെ തലത്തിലേക്ക് കടക്കുമ്പോഴാണ് കാവ്യരചനയിലെ അമൃതം നമുക്ക് നിശ്ചന്തിയായി പ്രവഹിച്ച് ഉൾച്ചേർക്കുവാൻ കഴിയുന്നത്. ആ കാവ്യബിംബങ്ങളെ സംഗീതത്തിൻ്റെ രൂപകങ്ങൾ തങ്ങളുടെ ചിറകുകളിൽ ഏറ്റുവാങ്ങുമ്പോൾ ഓരോ വാക്കും ഓരോ ബിംബമായി, ഓരോ പ്രതിഷ്ഠയായി നമ്മുടെ ആത്മാവിൽ ദീപ്തി പ്രസരിപ്പിക്കുമ്പോഴാണ് കാവ്യാമൃതം ഫലശ്രുതി നേടുന്നത്. കവിത, സംഗീതം ഇവ രണ്ടും ആത്മാവിൻ്റെ സ്പന്ദനങ്ങളുടെ തുടിതാള വേദിയിൽ നിവർത്തിതമാകുമ്പോഴാണ് നമ്മുടെ ഹൃദയത്തിന്, നമ്മുടെ വീക്ഷണത്തിന്, നമ്മുടെ ദർശനത്തിന്, ആവിഷ്കാര തലങ്ങളിലെ സ്വാസ്ഥ്യത്തിന് അവ മകുടം ചാർത്തുന്നത്. കാവ്യാമൃതം. വർഷങ്ങൾക്ക് മുമ്പ് തൃശ്ശൂർ രാമനിലയത്തിൽ വെച്ച് അന്തരിച്ച ഡോക്ടർ SP രമേശും ഞാനും ചേർന്ന് സംഗീതത്തെക്കുറിച്ചുള്ള രമേശിൻ്റെ അപരിമേയമായ ജ്ഞാനത്തിൻ്റെ എറാമ്പലിൽ നിന്നുകൊണ്ട് ഒരു സംഗീത ചർച്ച നടത്തുകയുണ്ടായി. ഗായികമാരിൽ മനുഷ്യ ശബ്ദത്തോടെ ഏറ്റവും ഇണങ്ങി നിൽക്കുന്ന ശബ്ദം ഉത്തരേന്ത്യയിൽ ലതാ മങ്കേഷ്കർ അല്ല, ആശാ ഭോൺസ്ലെയാണ്. മലയാളത്തിൽ ദക്ഷിണേന്ത്യയിൽ S ജാനകി അല്ല, P സുശീലയാണ് എന്നായിരുന്നു ഡോക്ടർ രമേശിൻ്റെ വാദം. ഞങ്ങൾ ഈ വിഷയം പറഞ്ഞ് തർക്കിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലാണ് കയ്യിലുള്ള ട്രാൻസിസ്റ്റർ റേഡിയോയിൽ ഒരു ചലച്ചിത്ര ഗാനം ഒഴുകി വന്നത്. ജോഷി സംവിധാനം ചെയ്ത 1000 കണ്ണുകൾ എന്ന സിനിമയ്ക്ക് വേണ്ടി ഷിബു ചക്രവർത്തി രചന നിർവഹിച്ച് രഘുകുമാർ ഈണം പകർന്ന ഒരു ഗാനം. ആ ഗാനം ആലപിച്ചത് S ജാനകിയായിരുന്നു. അത് ഭക്തിസാന്ദ്രമായ ഒരു ഗാനമായിരുന്നു. സാഗൂതം ആ പാട്ടിന് കാതോർത്ത ശേഷം SP രമേശ് അതിനു മുമ്പ് ഉന്നയിച്ച വാദഗതിക്ക് ഒരു പാഠഭേദം എന്നോണം പറഞ്ഞു. അഭൗമമായ ദിവ്യകാരുണ്യത്തെ കൈകൂപ്പി തൊഴുതുകൊണ്ടുള്ള ഒരു അർത്ഥനാഗീതത്തിന് ജാനകിയുടെ ശബ്ദമാണ് കൂടുതൽ ഇണങ്ങുന്നത്. അഭൗമം എന്ന വാക്കുകൊണ്ട് മനുഷ്യാതീതമായ പവിത്രത സ്ഫുരിക്കുന്ന ശബ്ദപ്രകാശനം എന്നാണ് അദ്ദേഹം അർത്ഥമാക്കിയത്. ജാനകിയുടെ ഏത് ഭക്തിഗാനത്തിലൂടെ സഞ്ചരിക്കുമ്പോഴും ഈ അസാധാരണത്വത്തിൻ്റെ മികവ് നമുക്ക് അനുഭവവേദ്യമാകുന്നുണ്ട്. അത് കൃത്യതയോടുകൂടി പകുത്തു ചേർക്കുന്നതിൽ തൻ്റെ സംഗീത ജീവിതത്തിൽ ഏറെയൊന്നും വലിയ വിജയങ്ങളുടെ ഗരിമ സ്വന്തമാക്കാൻ കഴിയാതെ പോയ സംഗീതത്തിനെ ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്ന രഘുകുമാറിന് ഈ ഗാനത്തിൽ കഴിഞ്ഞിട്ടുമുണ്ട്. മലയാള സിനിമയുടെ മുഖ്യധാരയിലെ ഒരു കാലഘട്ടത്തിലെ സജീവ സാന്നിധ്യമായിരുന്നു ധന്യ എന്ന 2 അക്ഷരത്തിൽ അറിയപ്പെട്ടിരുന്ന നിർമ്മാണ കമ്പനി. ആ കമ്പനിയുടെ പ്രധാനപ്പെട്ട പങ്കാളികൾ രഘു, മുരളി, ഷംസു, ബാപ്പുട്ടി എന്നിവരായിരുന്നു. അതിലെ രഘുവാണ് സംഗീതത്തോടുള്ള തൻ്റെ പൂർവാർജിതം എന്ന് തന്നെ പിന്നീട് കണ്ടെത്തുവാൻ കഴിയുന്ന വിധത്തിലുള്ള അഭിനിവേശം സംഗീത സംവിധായകൻ്റെ വേഷമെടുത്തണിയുന്നതിന് നിമിത്തമായി ഉൾച്ചേർത്തത്. കോഴിക്കോടുള്ള പ്രശസ്തമായ പൂതേരി കുടുംബത്തിൽ നിന്ന് കടന്നു വന്ന രഘു എന്ന രഘുകുമാർ സംഗീത സംവിധാനം നിവർത്തിച്ചത് ഒരു പ്രാർത്ഥന അർപ്പിക്കുന്നതിനോട് സമമായ വൈകാരിക വിശുദ്ധിയോടെയാണ്. അത്യുന്നതങ്ങളിലെ ആകാശവീഥികളിൽ ദേവഗീതം അതിൻ്റെ രാഗാർച്ചന നിവർത്തിക്കുമ്പോൾ അഗ്നിച്ചിറകുള്ള മാലാഖമാർ കൊളുത്തുന്ന ദീപക്കാഴ്ചയുടെ ആ പരവതാനിയിലൂടെ എഴുന്നള്ളി വരുന്ന ജഗന്നിയന്താവായ ദൈവത്തെ സ്തുതിച്ചു വാഴ്ത്തിക്കൊണ്ട് ഗായിക പാടുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ ആശ്രയിക്കുന്നു. നിൻ്റെ രാജ്യം വരയണമേ, ആ രാജ്യം ഈ ഭൂമിയുടെ അനുഗ്രഹമാകണമേ, ഈ ഭൂമിയുടെ ഉപ്പാകണമേ, ഈ ഭൂമിയുടെ പ്രത്യാശയാകണമേ എന്ന ഒരു അർത്ഥനാഗീതമാണ് ഷിബു ചക്രവർത്തി എന്ന എൻ്റെ പ്രിയ സുഹൃത്ത് ഈ സന്ദർഭത്തിന് വേണ്ടി എഴുതിയത്. ആ ഗാനവും ആ സന്ദർഭവും ആവശ്യപ്പെടുന്ന ഭക്തിപരമായ ഒരു സമർപ്പണ വികാരത്തിൻ്റെ
അലറുകളെ മനോഹരമായി സന്നിവേശിപ്പിച്ചുകൊണ്ടാണ് ഈ ചിത്രത്തിന് സംഗീതം രഘുകുമാർ പകർന്നത്. അത് ശ്രുതി മനോഹരമായി എസ് ജാനകി ആലപിച്ചത്. ഇവിടെ നമുക്ക് വേണ്ടി ഈ ഗാനം ആലപിക്കുന്നത് ബ്ലസ്സി. മലയാളികൾക്കിടയിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഏതാനും സംഗീത ആൽബങ്ങളുണ്ട്.
ആ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥാനം തന്നെ യേശുദാസ് പാടുന്നു എന്ന ആൽബത്തിനുണ്ട്. യേശുദാസ് എന്ന ദേവഗായകൻ ഇതിലെ ഗാനങ്ങൾ ആലപിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കതിനോട് തോന്നുന്ന ആകർഷണത്തെക്കാൾ ഉപരിയായി ആ ശീർഷകത്തിനൊരു പ്രസക്തി കൂടിയുണ്ട്. യേശുദാസ് പാടുന്നു. ആ ഗാനം നമ്മിന്നിവിടെ ചർച്ച ചെയ്യുന്ന, നമ്മിന്നിവിടെ അവതരിപ്പിക്കുന്ന ഗാനമാകട്ടെ യേശുവിൻ്റെ മുമ്പിൽ ഒരു ദാസൻ പാടുന്ന അർത്ഥനാഗീതത്തിൻ്റെ ഗരിമ പേറുന്ന, അതിലെ ഭക്തി സാന്ദ്രത ഉൾപ്പേറുന്ന ഒരു ഗാനമായി കൂടിയിരിക്കുന്നു. അതുകൊണ്ട് യേശുദാസ് പാടുന്നു എന്ന ഈ ശീർഷകം ആൽബത്തെ പൊതുവായിയാണ് സംബോധന ചെയ്യുന്നതെങ്കിലും ഈ ഗാനത്തെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ അന്വർത്ഥമായിരിക്കുന്നു. മുൻപേ നിർണയിക്കപ്പെട്ട ഈണത്തിൻ്റെ കുറുക്കുകൾക്കും ദീർഘങ്ങൾക്കും ഒപ്പിച്ച് പദങ്ങളെ തൊടുത്ത് ഗാനം രചിക്കുന്നതിൽ ഏതാണ്ട് അദ്വിതീയം എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ട സിദ്ധി ബിച്ചു തിരുമലയ്ക്കുണ്ട്. ഭാഷയെ മുറിവേൽപ്പിക്കാതെയും അവൻ പാട്ടെഴുതുമെന്നാണ് ദേവരാജൻ മാസ്റ്റർ ബിച്ചുവിൻ്റെ ഈ സിദ്ധിയെക്കുറിച്ച് പറയാറുണ്ടായിരുന്നത്. ബിച്ചുവിനോടൊപ്പം ഈണങ്ങൾ കൊണ്ട് മലയാള സിനിമയിലെ ഒരു കാലഘട്ടത്തെ മുഴുവൻ മോഹിപ്പിച്ച് തൻ്റെ പരിധിയിൽ നിർത്തിയ ശ്യാം എന്ന സംഗീത സംവിധായകൻ പങ്കാളിയായി ചേരുമ്പോഴോ വളരെ ശ്രുതി മനോഹരമായ ഒരു ഗാനമാണ് അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. ശ്യാമിൻ്റെ സംഗീത സപര്യ കേൾക്കുമ്പോൾ ഒരു പുനർവായനയിൽ നമ്മിൽ വിസ്മയമുണർത്തും. ലാൽഗുഡി ജയറാമിൻ്റെ ശിഷ്യനായി വന്ന് നൗഷാദിൻ്റെയും സലീൽ ചൗധരിയുടെയും സംഗീത ഏകോപന ചുമതല നിർവഹിച്ച് മധു മലയാള സിനിമയിലേക്ക് കണ്ടെത്തി കൊണ്ടുവന്ന ഒരു സംഗീത സംവിധായകൻ. ഒരു പ്രത്യേക കാലഘട്ടത്തിനുള്ളിൽ ഒരു പക്ഷേ ലോക സിനിമയിൽ തന്നെ റെക്കോർഡാണ്. ഇത്രയേറെ ചിത്രങ്ങൾക്ക് സംഗീതം പകർന്ന മറ്റൊരു സംവിധായകൻ ഇല്ലാത്ത വിധത്തിലുള്ള ശ്യാമിന് ഇവിടെ ലഭിച്ച ജനപ്രീതിയും ചലച്ചിത്ര വ്യവസായത്തിനിടയിൽ നേടിയെടുക്കുവാൻ കഴിഞ്ഞ സമ്മതിയും. അൾത്താര സംഗീതത്തിൻ്റെ ഉപാസകനായാണ് താൻ സംഗീത ജീവിതം ആരംഭിച്ചതെന്ന് ഏറ്റുപറയുന്ന ശ്യാം ഇന്ന് സജീവ സാന്നിധ്യമല്ലെങ്കിലും തൻ്റെ ഒഴിവ് വേളകൾ മുഴുവൻ സംഗീതപരമായ ശുശ്രൂഷകളിൽ തന്നെ മുഴുകിക്കൊണ്ട് ലണ്ടനിലും ഇന്ത്യയുടെ പല ഭാഗത്തുമുള്ള കൊയർ ഗായക സംഘത്തെ പരിശീലിപ്പിച്ചുകൊണ്ടും ഈശ്വരാരാധനയ്ക്ക് സംഗീതത്തിൻ്റെ പൊതുഭാഷ്യങ്ങൾ രചിച്ചുകൊണ്ടുമാണ് ചെലവഴിക്കുന്നത്. ശ്യാമിൻ്റെ സംഗീത രീതിയുടെ കയ്യൊപ്പ് പതിഞ്ഞ ഒരു ഗാനമാണ് നാം ഇനി കേൾക്കാൻ പോകുന്നത്. ഇവിടെ ഈ ഗാനം ആലപിക്കുന്നത് ജിനുവാണ്. കൽപ്പനയോടെ ജീവിതമാ സീനായി മാമലയിൽ എരിതീ ചെടിയാ വളരേണമേ യഹോവേ എൻ മനോഫലകങ്ങളിൽ നിന്റെ കൽപ്പനയോടെ ജീവിതമാ സീനായി മാമലയിൽ എരിതീ ചെടിയാ വളരേണമേ യഹോവേ. മോശയായി യഹൂദരിൽ മോചനം ചൊരിഞ്ഞവനേ മോശയായി യഹൂദരിൽ മോചനം
ചെടിയാ വളരണമേ യഹോവേ. സംഗീതം ഒരു ഭാഷയാണെങ്കിൽ, പ്രത്യേകിച്ചും പ്രയുക്തി സംഗീതം, അപ്ലൈഡ് മ്യൂസിക്, നാം ഗാനങ്ങളിലൂടെ അഭിരമിക്കുന്ന സംഗീതം, ആ ഭാഷയിൽ ലിപികൾക്കുള്ള സ്ഥാനം ആരാണ് വഹിക്കുന്നത്? ഗാനത്തിൻ്റെ വരികളാണ് എന്നുള്ളതാണ് അതിലെ പ്രത്യക്ഷ യാഥാർത്ഥ്യം. അതിനുമപ്പുറത്ത് ആ ഗാനം ഉൾപ്പേറുന്ന ആശയ സംഹിതയിലെ ബിംബരൂപകങ്ങൾ ആണ് എന്നുള്ളതാണ് അതിൻ്റെ ആത്യന്തികമായ ഉത്തരം. ആ ലിപികൾക്ക് അവ ചേർത്ത് വയ്ക്കുമ്പോൾ അർത്ഥവടിവ് നൽകുന്നത് അവയിൽ പെയ്തിറങ്ങുന്ന രാഗവർഷമാണ്. അങ്ങനെ അർത്ഥവും ശ്രുതിയും ഒന്നു ചേരുമ്പോൾ അത് അമൃതായി ഭവിക്കുന്നു കാവ്യാമൃതം. സത്യസൗന്ദര്യ സ്നേഹമാധുര്യം വഴിയുന്ന നിസ്തുല കാവ്യാമൃതം നുകരാം നമുക്കിനി നമ്മളിൽ തെളിക്കട്ടെ നിർമ്മല ഭാവങ്ങളും നന്മയും ആനന്ദവും നിത്യമീ